ഓക്കെ, മൂന്നാമത്തെ കേസാണേ. ടോട്ടൽ റിജക്ഷൻ ഓഫ് സം ആപ്ലിക്കേഷൻ ആൻഡ് പ്രോറാറ്റ അലോട്ട്മെന്റ് ടു ദ ബാലൻസ് ആണ്. അപ്പോൾ കുറച്ച് ആൾക്കാരെ ടോട്ടൽ റിജക്റ്റ് ചെയ്യും, കുറച്ച് നമ്മൾ പ്രോറാറ്റ ചെയ്യും. ക്വസ്റ്റ്യൻ നോക്കി. റാംജി ലിമിറ്റഡ് ഇഷ്യൂഡ് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്, പേബിൾ ₹4 ഓൺ ആപ്ലിക്കേഷൻ, 4 ഓൺ അലോട്ട്മെന്റ്, ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കാൾ. അപ്പോൾ 4 രൂപ ആപ്ലിക്കേഷൻ, 4 രൂപ അലോട്ട്മെന്റ്, അപ്പോൾ 8 രൂപ. ബാലൻസ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കാളിൻ്റെ 2 എടുക്കണം. ആപ്ലിക്കേഷൻ വേർ റിസീവ്ഡ് 35,000 ഷെയർസ്. കണ്ടോ, 20,000 ഷെയർ ഇഷ്യൂ തീരുമാനിച്ചത് 35,000 ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ എക്സസ് ആയിട്ട് എത്ര വന്നുണ്ട്? 15,000 ഷെയർ എക്സസ് ആണേ. അലോട്ട്മെന്റ് വാസ് മെയ്ഡ് ആസ് ഫോളോസ്. ഇവിടെ നമ്മൾ അങ്ങനെ അലോട്ട് ചെയ്തേക്കുന്നത് കാണിക്കുന്നത്. ടു ആപ്ലിക്കൻ 30,000 ഷെയർസ് 20,000 ഷെയർ അലോട്ട് ചെയ്തുള്ളൂ. 30,000 ഷെയർ വെച്ച് ആൾക്ക് 20,000 ഷെയർ കൊടുത്തുള്ളൂ. അപ്പോൾ 10,000 രൂപ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? മൊത്തം നമുക്ക് 15,000 എക്സസ് വന്നു. അപ്പോൾ 10,000 കമ്പനിയുടെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ 5,000 ഷെയർസ് വെച്ചിട്ട് ഷെയർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ 5,000 തിരിച്ചും കൊടുക്കും. അപ്പോൾ 15,000 ഷെയർ അഡ്ജസ്റ്റ് ആയല്ലോ. പറയാൻ മനസ്സിലായോ? അതായത് 30,000 നമുക്ക് 20,000 ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചത് 35,000 ആപ്ലിക്കേഷൻ വന്നേ. അപ്പോൾ 15,000 എക്സസ്സാണ്. അപ്പോൾ നമ്മൾ 30,000 ഷെയർ വെച്ച് ആൾക്ക് 20,000 ഷെയറേ കൊടുത്തുള്ളൂ. അപ്പോൾ ബാക്കി 10,000 ഷെയറിൻ്റെ ക്യാഷ് നമ്മുടെ ഇരിപ്പുണ്ട്, കമ്പനിയിൽ ഇരിപ്പുണ്ട്. 5,000 ഷെയർ വെച്ചെടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഷെയർ ഇല്ല, ക്യാഷ് വാങ്ങിപ്പോവാം. അത് അവർക്ക് ഇല്ലെന്ന് പറഞ്ഞേക്കുന്നത്. ഗീവ് ജേണൽ എൻട്രീസ് ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ അലോട്ട്മെൻറ്റ് എൻട്രി ഇടാനാണ് പറയുന്നത്. നോക്കിയോളൂ. ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ നമുക്കറിയാം 35,000 അതല്ലേ ഇടണ്ടേ. 35,000 × 4 അല്ലേ, 1,40,000. ഡ്യൂ ആക്കുന്നു. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ അവിടെ വരുന്നത് എത്ര? 20,000 ഷെയറിന് 4 രൂപ വെച്ച് വയ്ക്കുള്ളൂ, 80,000 രൂപ. ഇനി അലോട്ട്മെൻറ്റ് വഴി ഡ്യൂ ആവുന്നു. ഷെയർ അലോട്ട്മെൻറ്റ് തിരിച്ചു കൊടുക്കണമല്ലോ. 5,000 ഷെയർ വെച്ചൊക്കെയുള്ള ക്യാഷ് തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക്. അപ്പോൾ അത് 5,000 × 4 20,000 രൂപ വന്നേ. 5,000 ഷെയർ വെച്ച് ഷെയർ ഇല്ലെന്ന് പറഞ്ഞില്ലേ. ഇല്ലെന്ന് പറഞ്ഞാൽ ക്യാഷ് തിരിച്ചു കൊടുത്തേ തരത്തുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ബാങ്ക് വന്നത് ഇവിടെ. ഓക്കെ എന്നാൽ ഫസ്റ്റ് എൻട്രി തിരിക്കുക. ആദ്യത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഷെയർ ആപ്ലിക്കേഷൻ അല്ലേ. കിട്ടുമ്പോൾ ആ എൻട്രി ആണെങ്കിൽ തിരിച്ചു കൊടുക്കും, തിരിച്ച് എൻട്രി ചെയ്യണം ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ബാങ്ക്. ഓക്കെ അല്ലേ. അടുത്ത അലോട്ട്മെൻറ്റ് വഴി ഡ്യൂ. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ എത്ര? 20,000 ഷെയറിന് 4 രൂപ വെച്ച് 80,000 രൂപ. ഇനി അത് റിസീവ് ചെയ്യുമ്പോൾ കണ്ടോ, ആപ്ലിക്കേഷൻ വഴി അഡ്ജസ്റ്റ് ചെയ്യണം, പ്രോറൈറ്റി അല്ലേ. അപ്പോൾ നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് അല്ല, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ്. നമുക്കറിയാം 80,000 രൂപ ഡ്യൂ ആക്കി വെച്ചേക്കുന്നത്. ഈ 80,000 രൂപ നേരെ നമ്മൾ അലോട്ട്മെൻറ്റിനകത്തിടും ഇല്ലേ. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 10,000 ഷെയറിനാണ്. 10,000 ഷെയറിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ 10,000 ഷെയറിന് ആപ്ലിക്കേഷൻ്റെ എമൗണ്ട് എത്ര? 4 രൂപ. 10,000 × 4 40,000. അപ്പോൾ ഇവിടെ 80,000 ക്രെഡിറ്റ്, 40,000 ആപ്ലിക്കേഷൻ, ബാലൻസ് 40,000 ബാങ്കിലേക്ക് പോകും. ക്ലിയർ ആയി പറഞ്ഞു? 40,000 വന്നത് ആപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ 30,000 ഷെയർ വെച്ചവർക്ക് 20,000 ഷെയറിലേ കൊടുത്തുള്ളൂ. ആ 10,000 ഷെയറിൻ്റെ പൈസ നമ്മുടെ ഇരിക്കുമല്ലേ. അപ്പോൾ 10,000 × 4 ആണ് 40,000. അപ്പം ബാലൻസ് 80,000 40,000 നമ്മുടെ ഡിഫറൻസ് ആണ് ബാങ്കിലേക്ക് 40,000 വരുന്നത്. കളഞ്ഞല്ലേ. 5,000 × 4 ആണ് തിരിച്ചു കൊടുത്ത പൈസ. അങ്ങനെയാണ് 20,000 വരുന്നത്. 5,000 × 4 20,000. ഓക്കെ ആണല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അത് ചെയ്തോളൂ.